1995 അക്ഷരം എന്ന സിനിമയിലൂടെ തൻ്റെ സിനിമാ കരിയർ ആരംഭിച്ച താരമാണ് അഞ്ജു അരവിന്ദ്. തുടക്കത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്ന താരം 1996 വിജയുടെ നായികയായി തമിഴിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. വിക്രമൻ രചനയും സംവിധാനവും നിർവഹിച്ച പൂവേ ഉനക്കാക എന്ന ചിത്രമായിരുന്നു അത്. മലയാളത്തിനും തമിഴിനും പുറമെ കന്നഡ സിനിമകളിലും സീരിയലുകളിലും അഭിനയിക്കാൻ അഞ്ജു അരവിന്ദിന് സാധിച്ചു. ഇപ്പോൾ മാസ്റ്റർ ബിന്നിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് താരം. എല്ലാം ദൈവാനുഗ്രഹമാണ്. ഗുരുവായൂരിൽ പാർവതി പരിണയം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വേറെ ഒരു ആർട്ടിസ്റ്റിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി സൂപ്പർ ഗുഡ് ഫിലിംസിൽ നിന്നും ആളുകൾ വന്നു. അവിചാരിതമായി എന്നെ കണ്ടപ്പോൾ അവർ എൻ്റെയും കൂടെ ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഈ പാർവതി പരിണയത്തിന്റെ പാട്ട് സീൻ ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ പോയപ്പോഴാണ് സൂപ്പർ ഗുഡ് ഫിലിംസിൽ നിന്നും എന്നെ വിളിച്ച് സെലക്ട് ആയെന്ന് പറയുന്നത്. സംവിധായകൻ വിക്രമന്റെ പുതിയ പടത്തിൽ നായികയാണെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രമൻ സാറും അദ്ദേഹത്തിന്റെ അസോസിയേറ്റും കൂടെ എന്നെ കാണാൻ ലൊക്കേഷനിലെത്തി. എന്നിട്ട് കഥയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ വിജയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ നായികയായിട്ട് നടക്കുന്നത്. പൂവേ ഉനക്കാക എന്ന സിനിമയായിരുന്നു അത്. മലയാളി പ്രേക്ഷകർക്ക് ആ സിനിമയെക്കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഇതിനിടെ സുധാമണി സൂപ്പറാണ് എന്ന സീരിയലിൻ്റെ ഷൂട്ടിനു വേണ്ടി കോളേജിൽ ഒരു സീൻ എടുക്കാൻ വേണ്ടി പോയിരുന്നു. ആ സമയത്ത് അവിടെ എല്ലാവരും ന്യൂ ജനറേഷനാണ്. ആർക്കും എന്നെ അറിയണമെന്നില്ല. കാരണം ഞാൻ 7-8 കൊല്ലമായി സീരിയൽ ലോകത്ത് തന്നെ പോയിട്ട്. 7 വർഷമായി ഞാൻ സീരിയൽ നിർത്തിയിട്ട്. അതുകൊണ്ട് TV-യിലൂടെ പോലും അവർക്കെന്നെ കണ്ടു പരിചയമുണ്ടാകില്ല. ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അവിടെ ലൊക്കേഷനിലെത്തിയത്. അത് കഴിഞ്ഞ് ഒരു 10-10:30 കുട്ടികൾ എൻ്റെ അടുത്ത് വരുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇവർ എൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് വിജയുടെ നായികയാണ് എന്ന് പറയാൻ തുടങ്ങി. ഇളയ ദളപതി വിജയുടെ നായികയായെന്ന് പറഞ്ഞു ഫോട്ടോ എടുത്തു. അവർ സേവ് ചെയ്ത് നോക്കുമ്പോഴേക്കും ആ സിനിമയിലെ പാട്ടുകളൊക്കെ കണ്ടു. വിജയുടെ നായികയാണല്ലേ, രജനീകാന്തിന്റെ സിസ്റ്ററൊക്കെയായി അഭിനയിച്ചല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അതൊക്കെ എനിക്ക് പുതിയ അനുഭവമായിരുന്നു. ന്യൂജൻ കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത് ആദ്യമായിരുന്നു, അഞ്ജു അരവിന്ദ് പറഞ്ഞു.